ട്രാൻസിഷൻ എങ്ങനെ കാണുന്നു? കാരണം സാറ് ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്, ഏതാണ്ടൊരു ഒളിച്ചോട്ടം പോലെ ബോംബെയിലേക്ക് ചെന്നതാണ്. അതിനുശേഷം എന്താ മിലിറ്ററി, ഏതാണ്ടൊരു ഡെസ്റ്റിനി പോലെ ഫിലിം, അതിനുശേഷം എന്താ ഇപ്പോൾ രാഷ്ട്രീയം. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കാണുന്നു ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ? ഐ ബിലീവ് ഇൻ വൺ തിങ്. ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആഗ്രഹങ്ങൾ എന്നുള്ളത് അസ്ഥാനത്താവാത്ത രീതിയിലുള്ള ആഗ്രഹങ്ങളുമായിരിക്കും. ഇപ്പം എനിക്ക് പട്ടാമ്പിയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചന്ദ്രനിൽ പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് സാധിച്ചില്ല എന്ന് വരുമായിരിക്കും. കാരണം എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മൾ കാണുന്ന ലോകം, ഞാൻ വളർന്ന ലോകം എന്ന് പറയുന്നാൽ പട്ടാമ്പി മിനർവ തിയേറ്ററിലോ അല്ലെങ്കിൽ അലക്സിൻ്റെ മുമ്പിൽ തറയിൽ, അന്ന് ഞങ്ങൾക്ക് തറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മണലിട്ടിട്ടുള്ള മുമ്പിലുള്ള സീറ്റ്, അതിന് 10 വയസ്സ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ വീട്ടിൽ നിന്ന് ഓണം, വിഷു, സംക്രാന്തി ഇങ്ങനെയുള്ള 3 സമയങ്ങളിലാണ് സിനിമയ്ക്കുള്ള പൈസ കിട്ടുന്നത്. അന്ന് 1 രൂപ ഫസ്റ്റ് ക്ലാസ്സിന് കിട്ടുന്നതിൽ നിന്ന് 90 പൈസ സേവ് ചെയ്തുകൊണ്ടാണ് ഈ 10 പൈസയ്ക്ക് തറയിൽ നിന്ന് സിനിമ കണ്ടിട്ട് അന്താളിച്ചിരുന്നിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സ്ക്രീനിൻ്റെ പിറകിലൊക്കെ പോയി നോക്കും, ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത്. അപ്പോൾ അതെൻ്റെ മനസ്സിനകത്തോട്ടുണ്ട്. സിനിമ എന്നുള്ളത് എവിടെ നിന്നൊക്കെയോ ഇതെന്തോ ഒരു സംഭവമാണെന്ന്. സിനിമയിൽ എന്തെങ്കിലും ആവണം, പ്രേം നസീർ ആവണം. അപ്പം എന്ന് വെച്ചാൽ ഷീലാമ്മയുടെ കൂടെ മരഞ്ചുറ്റി പ്രേമം, ജയഭാരതി ചേച്ചിയുടെ കൂടെ അന്ന് എല്ലാം നമ്മൾ പേര് പറയും. ഇന്ന് നമ്മൾ ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫീൽഡ് വരുമ്പോഴാണ് അതിൻ്റെ റെസ്പെക്റ്റ് മനസ്സിലാവുന്നത്. ഇതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ സിനിമക്കാരനാവണം, അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണം. പിന്നീട് ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് സ്കൂളിൽ പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും ഒന്നും സിനിമ കാണാൻ പറ്റില്ല. ഞാൻ പോയി കഥ പറയും. കഥ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം ഇരുന്ന് കേട്ടിവിടെ രവീന്ദ്രൻ സിനിമ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണണ്ടാന്ന്. അപ്പം ദർ വാസ് എ നരേഷണൽ പവർ ഇൻ മീ എന്നുള്ളത് ഉണ്ടായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ പിന്നെ വലിയൊരു തറവാട്ടിലായിരുന്നെങ്കിലും പൈസ എന്നുള്ളതും കംഫർട്ട് എന്നുള്ളതൊക്കെ നമുക്കൊരിക്കലും, ഒരുപക്ഷെ MT സാറിൻ്റെ 4 കെട്ടിൽ അപ്പുമായിരുന്നു ഞാൻ. വീടിൻ്റെ മുക്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ കസിൻസിനടക്കം കിട്ടുന്ന പ്രയോറിറ്റി എനിക്ക് കിട്ടാറില്ല. അമ്മായിമ്മ പോര് ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ വളർന്നൊക്കെ കന്നിനെ നോക്കുന്ന പിള്ളേരുടെ കൂടെ വീട്ടിൽ കാളയിലും, അന്ന് ട്രാക്ടറൊന്നുമില്ല. അപ്പം അങ്ങനെ ജനിച്ച് വളർന്നിട്ട് ഞാനപ്പോൾ താഴെക്കടയിൽ ഉള്ള ആളുകളായിരുന്നു എൻ്റെ ഫ്രണ്ട്സെല്ലാം. ഇന്ന് പലപ്പോഴും ചോദിക്കുമല്ലോ, മേജർ രവിക്ക് എന്താ വേർപ്പിനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർപ്പും ചളിയും കൊഴിഞ്ഞിൽ വിതച്ചിട്ടുള്ള പാടത്തുള്ള കൃഷി ഉണ്ടാക്കുന്നതും അതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ അറിഞ്ഞ് വളർന്നിട്ടുള്ളൊരു ആൾ തന്നെയാണ്. നാട് വിട്ട് ഓടിപ്പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും എവിടെയോ എന്തൊക്കെയോ എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് നമ്മൾ അത് വെട്ടിപ്പിടിക്കണമെന്ന് തോന്നുക. പക്ഷെ വെട്ടിപ്പിടിക്കാൻ വിദ്യാഭ്യാസം വേണം. 9ലും തോറ്റു, 10ലും തോറ്റു. ആ 10ൽ തോറ്റതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ എൻ്റെ മനസ്സിനകത്ത് നാണക്കേട് കുറച്ച് വരാൻ തുടങ്ങിയത്. കാരണം അമ്മ പലപ്പോഴും അടുത്ത വീട്ടിലെ കുളത്തിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് വഴിയിലുള്ള ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണ് നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓ, സത്യമുടെ മകൻ തോറ്റു, രവി തോറ്റുമല്ലേ? അത് സങ്കടത്തിലല്ല ചോദിക്കുന്നത്. ടിപ്പിക്കൽ മലയാളി ആറ്റിറ്റ്യൂഡ്. മറ്റവൻ്റെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇല്ല, മറ്റോ നേരാവാൻ പാടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. ആ ആറ്റിറ്റ്യൂഡ് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അത് ഇത് കാണുമ്പോഴൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്താ എന്നെക്കൊണ്ട് പഠിച്ചത് തലയിൽ കയറട്ടെ. പഠിച്ചു നോക്കും, കയറുന്നില്ല തലയിൽ. പക്ഷെ പിന്നെ എങ്ങനെയൊക്കെയോ ഓടിപ്പിടിച്ചാൽ ഞാൻ ആ തോറ്റ മലയാളം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എടുത്ത് പിന്നെ ഫർദർ സ്റ്റഡീസിന് പറ്റാതെ അന്നൊക്കെ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പ് അടിക്കും, ഓൺലി ഫോർ ഗവൺമെൻറ് ഡ്യൂട്ടീസ്, ഗവൺമെൻറ് സർവീസ്. ഫർദർ സ്റ്റഡീസിന് പറ്റില്ല, കമ്പാർട്ട്മെൻ്റലി പാസ്സായ. അങ്ങനെയാണ് ഞാൻ നാട് വിട്ട് പോകുന്നത്. സ്വന്തം അമ്മാവൻ നേവിയിലായിരുന്നു, നേവി ചേർക്കും. ബാക്കിയുള്ള കസിൻസിനൊക്കെ നേവി ചേർത്തു, എന്നെ ചേർത്തില്ല. കാരണം എൻ്റെ അച്ഛനുമായിട്ട് ആ അമ്മാവനോടൊക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ വഴിയാതരായി. വീട്ടിൽ സ്റ്റേഷനിൽ വന്ന് അങ്ങനെ പട്ടിണി കിടന്ന് അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ടായിരിക്കും. അവിടെ നിന്നാണ് ഞാൻ, എൻ്റെ ചെറിയച്ഛൻ പട്ടാളത്തിനുണ്ടായിരുന്നു ഝാൻസിയിൽ. അദ്ദേഹം കത്ത് വന്നു, ജനുവരി 30 ഇവിടെ എത്തണം, യൂണിറ്റ് വേക്കൻസിയിൽ നിനക്ക് ഒരു ചാൻസ് കിട്ടും, പാസ്സായാൽ നിനക്ക് കിട്ടുന്നു. പോയി ഓടി ചാടി, ഹൈറ്റ്, വെയിറ്റ്, ചെസ്റ്റ് എല്ലാം കറക്റ്റ് വെയിറ്റ് 52 കിലോ, ചെസ്റ്റ് 32, 34 ഇതെല്ലാം ആയിട്ട് ഞാൻ ഒരു പട്ടാളക്കാരനായിട്ട് വയർലെസ് ഓപ്പറേറ്ററായിട്ടാണ് ഞാൻ കയറുന്നത് ആർട്ടിലറിയിൽ. അവിടുന്ന് തന്നെ നേരെ നാസിക്കോട് പോകുന്നു, ട്രെയിനിങ്ങിന് പോകുന്നു. പോയി 4-ാം ദിവസം
അടി പിടി പ്രശ്നങ്ങളെല്ലാം ആയി കോർട്ട് മാർഷൽ വരയ്ക്ക് എത്തി. അങ്ങനെ സംഭവമുണ്ട്, എല്ലാം ഉണ്ട്. കാരണം അതല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വിധി തലയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ഒരുത്തിനും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ അടി നടന്ന് ഞാൻ ഒരിക്കലും നിയമത്തിന് നിരക്കാത്ത ഞാൻ ചെയ്യില്ല. ഇന്ന് അവരൊരുത്തൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ട് ലോ ബ്രേക്കിംഗ് ആയിട്ടല്ലായിരുന്നു. ആ അടി നടന്ന് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊക്കെ റിക്രൂട്ട്സിന് ഭയങ്കര അടി കിട്ടുമായിരുന്നു. റാഗിങ് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല. സില്ലിങ് വെച്ചിട്ട് ഇൻസ്ട്രക്ടേഴ്സ് അടിക്കും, അത് ഞങ്ങൾ വാങ്ങിക്കാറുമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ആർ ടഫ്. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണത്. ആ ഒരു ഹെൽത്തി റാഗിങ് അല്ല. പക്ഷെ അന്ന് നടന്നത് എന്താ വെച്ചാൽ എനിക്ക് വിശപ്പ് ഭയങ്കരമായിരുന്നു. അപ്പോൾ കാലത്ത് PT കഴിഞ്ഞ് വന്ന് ഞാൻ ഓടി വന്ന് മെസ്റ്റിനും എടുത്തിട്ട് കിച്ചൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പിറകിൽ 200-300 പിള്ളേരുണ്ട്, എല്ലാം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് ബേഡ്ജാവുന്നത്. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ ഈ പിറകിലത്തെ 300 ആൾക്കാരും കൂടെ വന്ന് തള്ളിയിട്ട് ഞാൻ ഈ വാതിലിൻ്റെ മുകളിൽ പോയിട്ട് അടിച്ചു. ഇയാൾ എന്നെ അവിടുന്ന് പൊക്കിയെടുത്തിട്ട് അടിയോടടി വാതിലടിച്ചെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കതിലൊന്നും പ്രശ്നമില്ല, അടി കിട്ടാലും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ 300 പിറകിൽ പോയി നിൽക്കാൻ. അപ്പോഴത്തെയാണ് ഞാൻ കൈവിട്ട് പോയത്. കാരണം വിശന്ന് പൊരിഞ്ഞ് നിൽക്കുകയാണ്. 17 വയസ്സെന്ന് പറയുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കും. അതിൽ ഇങ്ങനെ എന്നെ തെറി വിളിച്ചു ഹിന്ദിയിൽ. അപ്പം ഞാൻ തിരിച്ച് തരും. കാരണം ബോംബെയിൽ 1 മാസം നിന്നിട്ടുണ്ട്, കുറച്ച് ഹിന്ദി അറിയാം. അതിൻ്റെ പേരിൽ ഞാൻ ഗാലി മദ്ദേന എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അയാൾ എന്നെ ശരിക്കിട്ട് അടിച്ചു. അടിച്ചപ്പോൾ ഈ കയ്യിലുള്ള മെസ്റ്റും വെച്ചിട്ട് ഒരു അടി കൊടുത്ത്. ഈ മെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാം, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും പട്ടാളത്തിൻ്റെയൊക്കെ സിനിമകളിലൊക്കെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു പിടിയും കാണും. അപ്പോൾ അത് ഭയങ്കര ഷാർപ്പാണ്. അതിവിടെ കൊണ്ട് പൊളിഞ്ഞ് ചോരയായി. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവിടെ 10-12 മലയാളീസ് ഉണ്ടായിരുന്നു ഈ ലൈനിൽ. ഒരു ആപ്ലിക്കേഷൻ എഴുതി എന്നെ ഇങ്ങനെ തല്ലിയതാണ്, അതിനാണ് ഞാൻ തല്ലിയതെന്ന് പറയാം. അതിൻ്റെ താഴത്ത് ഈ 12 പേരെ കൊണ്ട് ഞാൻ ഒപ്പിടിപ്പിച്ചു. നമുക്കറിയില്ല അത് കമ്മ്യൂണിസമാണെന്ന്. ആൾക്കാരെ കൂട്ടം ചേർത്തു എന്നുള്ളതായിരുന്നു കേസ്. നമുക്കറിയില്ല അത്. ഞാൻ വിറ്റ്നസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, രക്ഷപ്പെടണം, ഞാനല്ല കുറ്റക്കാരൻ, എന്നെ അടിച്ചിട്ടാണെന്നല്ല പറയാൻ വേണ്ടി. അതിന് ഈ 12 പേർക്കും എൻക്വയറി ഇതായി. നമ്മൾ എല്ലാം വന്നിരിക്കുന്നത് മലയാളി കേരളത്തിൽ നിന്ന്. അങ്ങനെ അത് വന്ന് അവസാനം എന്നെ മാർച്ച് ചെയ്യുന്നു സിയോൻ്റെ അടുത്തേക്ക്. ലഫ്റ്റനൻ്റ് കേണൽ ആത്മാ സിംഗ് എന്ന് പറയുന്നൊരു സർദാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് കയറി ചെന്ന വഴിക്ക്, അന്ന് എന്നെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടുള്ള ഓർഡറിനാണ് പോകുന്നത്. കയറി ചെന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ പിറകിലെ ബോർഡ് കണ്ട് അതിനകത്ത് ലാസ്റ്റ് പേര് എഴുതിയിരിക്കുന്നു ലഫ്റ്റനൻ്റ് കേണൽ TMS നായരുന്നില്ല. അതെൻ്റെ ചെറിയച്ഛൻ്റെ ഭാര്യയുടെ അമ്മാവനാണ്. ഞാനൊന്നും പിന്നെ എക്സൈറ്റ്മെൻ്റാണ്. ദാറ്റ് മൈ അങ്കിൾ അറിയാവുന്ന ഇംഗ്ലീഷിൽ ഇതങ്ങൾ പറഞ്ഞു. അപ്പോൾ മൂപ്പറിനെ നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ TMS നായർ സർ. അന്ന് ആകെ 10-15 ദിവസത്തിൻ്റെ സർവീസേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, യഷോ ദാറ്റ്സ് മൈ അങ്കിൾ സർ. ഞാൻ ഈ TMS അങ്കിളിനെ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പേരറിയാം TMS അങ്കിൾ അങ്ങനെ ഒരു കേണലുണ്ടെന്നുള്ളത്. അന്ന് എൻ്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. ഇവർ രണ്ടും നല്ല ഫ്രണ്ട്സായിരുന്നു. രാത്രി അവർ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പേര്, അച്ഛൻ്റെ പേരൊക്കെ പറഞ്ഞു. യെസ് ഹീസ് മൈ റിലേറ്റീവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കേസിൽ നിന്ന് ഒഴിവായി. മറ്റേയാളുടെ പേരിൽ കേസായി. കാരണം റിക്രൂട്ടിനെ അടിച്ചെന്ന് പറഞ്ഞ് അതൊക്കെ കേസ്. അപ്പം എവിടേക്കോ ദൈവാനുഗ്രഹം കൊണ്ടിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസം എന്താ വെച്ചാൽ നമുക്ക് ഡെസ്റ്റിനി. പിന്നെ അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ജനിച്ചാൽ ഒരിക്കൽ മാത്രമേ മരിക്കുള്ളൂ. അതുകൊണ്ടായിരിക്കും ഐ ബിക്കം എ ഗട്ട്സി കമാൻഡോ. ഒറ്റ പ്രാവശ്യം മരിക്കുള്ളൂ, പിന്നെ അതിനുവേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ എൻ്റെ കമാൻഡോ ബഡ്ഡീസിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആൻഡ് അവരൊക്കെ ഇന്നും എൻ്റെ കൂടെയുണ്ട്. 38 വർഷമായിട്ട് എൻ്റെ ബഡ്ഡി എൻ്റെ കൂടെയാണ്. അന്ന് ഇപ്പോൾ NSCയിൽ കിട്ടിയ ബഡ്ഡി എന്ന് പറയുന്ന ക്യാപ്റ്റൻ അനിൽകുമാർ, കൊല്ലത്തുകാരൻ, കടക്കൽക്കാരൻ, ഇന്ന് എൻ്റെ മേജർ സർവീസ് അക്കാഡമിൻ്റെ ട്രെയിനിങ് ഇൻചാർജ് അവനാണ്. സോ 38 കൊല്ലം ഒരാളുടെ കൂടെ എന്നെപ്പോലുള്ള ഒരുത്തനെ സഹിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണുമല്ലോ. അതേപോലെ തന്നെ ഞാൻ അവനെയും നോക്കുന്നത് പോലെ തന്നെയാണ്. എൻ്റെ ഒരു മകനെ പോലെയാണ് ഞാൻ നോക്കുന്നത്. സോ വി വിൽ ഹാവ് സെർട്ടൻ ക്വാളിറ്റീസ് വിച്ച് പബ്ലിക് വോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മേജർ രവി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ടാളത്ത് പോയി ഓഫീസറായി. പിന്നെ ഓഫീസറാവുന്നത് ഇങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആർമി ഹയർ സെക്കൻഡറി പഠിച്ചു. 6 മാസം കൊണ്ട് അത് പാസ്സായി. അത് പാസ്സാവാനും കാരണമുണ്ട്. എക്സൈസ് കഴിഞ്ഞ് ജോധ്പൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഞങ്ങളുടെ 3 ടൺ ലോഡായിട്ടുണ്ട് ഒരു ട്രെയിനിനകത്ത്. ജോധ്പൂരിൽ നിന്ന് ഝാൻസിക്ക് വരണം, ആർട്ടിലറി യൂണിറ്റിൻ്റെ.
അപ്പോൾ എൻ്റെ യൂണിറ്റിന് ട്രെയിനിങ് പോയി. ഇത് 2 ബോഗിയിൽ ഇത് അറ്റാച്ച് ചെയ്ത് ഗൂഡ്സ് ട്രെയിനിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് ഞാനും അതിലൊരു ഇൻചാർജായിട്ട് ഭയങ്കര ഫ്രീഡം, ആരുമില്ല, ഓഫീസറില്ല, ഒന്നുമില്ല. ഞാൻ ഈ 310 മുകളിൽ സിയോൻ്റെ കാരവനായിരുന്നു, അതിൻ്റെ ഓപ്പറേറ്ററായിരുന്നു ഞാൻ. അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഈവനിങ് ടൈമാണ്, ആലോചിക്കുകയാണ് നാളെ അവിടെ പോയിട്ട് ലീവിന് പോകണം, പട്ടാമ്പി എത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയച്ച് ഒരടി കിട്ടി തലയ്ക്ക്, നേരെ താഴത്ത് വീണു. കാരണം അവിടത്തേക്ക് ഓവർ ബ്രിഡ്ജുകളൊക്കെ വളരെ താഴത്താണ്, രാജസ്ഥാൻ ഡിസർട്ടിലൊക്കെ കണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ. ഓവർ ബ്രിഡ്ജ് ആ ട്രെയിൻ അങ്ങനെ പോവാം, ഞാൻ അതിൻ്റെ മുകളിൽ 310 മുകളിലായിരിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് അടിയും കിട്ടി, ഞാൻ താഴത്ത് വീണു. ട്രെയിൻ പോയി. അപ്പം ഒരു 3 ബോഗി അപ്പുറത്താണ് TT ഇരിക്കുന്നുണ്ട്. അവരുടെ TT ഗാർഡിൻ്റെ റൂമുണ്ടല്ലോ തുറന്നിട്ടുള്ള, ചൂടായതുകൊണ്ട് അദ്ദേഹം എന്തോ വീഴുന്നു കണ്ടു. മൂപ്പർ വേഗം, പട്ടാളക്കാരല്ലേ, എന്തെങ്കിലും ബെഡോ എന്തെങ്കിലും വീണതായിരിക്കുന്നു, വാക്യൂം പിടിച്ച് വണ്ടി നിർത്തി പറഞ്ഞ് ആൾക്കാർ ഓടി വന്ന്. ഞാനാണ് നോക്കുമ്പോൾ എൻ്റെ ബാക്കിൽ 2 റിബും പൊട്ടിയിട്ട് ഞാൻ ബോധം കെട്ട് കിടക്കുകയാണ്, കയ്യിൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ വരുന്നു. ഞാനങ്ങനെ പിന്നെ അതെല്ലാം ശരിയായി. പക്ഷേ അതിനകത്ത് കാറ്റഗറി C എന്നും പറഞ്ഞിട്ടൊരു 6 മാസത്തേക്കുണ്ട്. ഇത് കിട്ടിയപ്പോഴാണ് CEO പറയുന്നത് നീ പെട്ടെന്ന് പ്രീ-ഡിഗ്രി പഠിക്കാൻ തുടങ്ങും. അങ്ങനെ ആർമി ഹയർ സെക്കൻഡറി പഠിച്ചു. ആ വീഴ്ച ഒരു നിമിത്തമായി പോയി. നേരെ മറിച്ച് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളതിനെ സ്പെയർ ചെയ്യില്ല ചിലപ്പം. അങ്ങനെ ഞാൻ അതിന് പോകുന്നു, പഠിക്കുന്നു, പാസ്സായി തിരിച്ചു വന്ന്. എൻ്റെ ഈ ബാക്കിൽ ഈ പ്രശ്നമുണ്ട്. പക്ഷെ അപ്പോഴും പോൾ വോൾട്ട് ചെയ്യുമായിരുന്നു. ഞാൻ നാഷണൽ ലെവലിൽ പോൾ വോൾട്ട് ചെയ്തിട്ടുള്ള ആളാണ്, അത്ലീറ്റാണ്, സ്വിമ്മറാണ്. സർവീസസ് അത്ലീറ്റാണ്, സർവീസസ് സ്വിമ്മറായിരുന്നു, ബാക്ക് സ്ട്രോക്ക് ചെയ്യുമായിരുന്നു, സർവീസസ് ഹാൻഡ്ബോൾ പ്ലെയറുമായിരുന്നു, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. വളരെ ഫിസിക്കലി ഐ വാസ് ഡാം ടഫ്. പക്ഷെ 38ാമത്തെ വയസ്സിൽ ഡയബറ്റീസും കിട്ടിയിട്ടുണ്ട്, ഇതെല്ലാം ആയിട്ട്. സോ അതും വെച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. സോ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ബ്രിഗേഡ് അത്ലറ്റിക്സ് വന്നു. ഞാൻ പിന്നെ എടുത്തിട്ട് ചാടിപ്പം എൻ്റെ ഈ ബാക്കിൽ ഈ പ്രശ്നമുണ്ട്, ഞാനൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പിറ്റത്തെ മാസം കാറ്റഗറി അപ്പുമായി. ഐ വാസ് പെർഫെക്റ്റ്ലി ഷേപ്പ് 1. അങ്ങനെ ഞാൻ ഓഫ്സർ ടെസ്റ്റിനിരിക്കുന്നു, ACC ആർമി കാഡറ്റ് കോളേജ്. അത് ഏത് പട്ടാളക്കാർ ഇപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണത്.